അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്ക് ഗുരുഭവനപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തർക്കും പ്രസാദ ഊട്ട് നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ടാറിംഗ് ജോലികൾ തുടങ്ങി. കേച്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്താണ് ടാറിംഗ് നടക്കുന്നത്. പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തി തുറന്ന മോഷണം. 2.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു. കണ്ടശാംകടവ് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പണം മോഷണം പോയി. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ തെരുവുനായ ആക്രമണം. സ്വകാര്യ വ്യക്തിയുടെ 20ഓളം കോഴികളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒഡീഷ സ്വദേശി മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് ഒഡീഷ സ്വദേശി ഭക്താറാം ഗൌഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചലച്ചിത്ര നടൻ നിർമ്മൽ വി. ബെന്നി അന്തരിച്ചു. വിടവാങ്ങിയത് ആമേൻ സിനിമയിലൂടെ ശ്രദ്ധേയനായ നടൻ. വാർത്തകൾ വിശദമായി. അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്ക് ഗുരുഭവനപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ അറിയിച്ചു. തിങ്കളാഴ്ച നടക്കുന്ന അഷ്ടമിരോഹിണി ആഘോഷത്തിനായി 35,80,800 രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകി. ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തർക്കും പ്രസാദ ഊട്ട് നൽകും. രാവിലെ 9 മണിക്ക് പ്രസാദ ഊട്ട് ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസാദ ഊട്ടിനുള്ള വരി അവസാനിപ്പിക്കും. അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലും ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലും പ്രസാദ ഊട്ട് നൽകും. അഷ്ടമിരോഹിണിയുടെ പ്രധാന വഴിപാടായ അപ്പം തയ്യാറാക്കുന്നതിന് 7.25 ലക്ഷം രൂപ വകയിരുത്തി. ഭക്തർക്ക് 35 രൂപയ്ക്ക് അപ്പം ഷീട്ടാക്കാം. ഒരാൾക്ക് പരമാവധി 525 രൂപയുടെ ഷീട്ട് മാത്രമാണ് നൽകുക. പൊതുവരി നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ദർശനത്തിനാകും ദേവസ്വം ഭരണസമിതി മുൻഗണന നൽകുന്നത്. നിർമാല്യം മുതൽ ദർശനത്തിനുള്ള പൊതുവരി ക്ഷേത്രത്തിലേക്ക് നേരെ വിടും. പ്രദക്ഷിണം, ശയനപ്രദക്ഷിണം, അടിപ്രദക്ഷിണം എന്നിവ ഒഴിവാക്കും. VIP ദർശനങ്ങൾക്ക് രാവിലെ 6 മണി മുതൽ നിയന്ത്രണം ഉണ്ടാകും. രാവിലെയും ഉച്ചയ്ക്കും കാഴ്ചശീവേലിക്ക് പെരുവനം കുട്ടന്മാരാർ, തിരുവല്ല രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും. ഉച്ചയ്ക്കും രാത്രി വിളക്കിനും വിശേഷാൽ പഞ്ചവാദ്യത്തിന് തിമിലയിൽ വൈക്കം ചന്ദ്രശേഖരൻ മാരാരും സംഘവും, മദ്ദളത്തിൽ കുനിശ്ശേരി ചന്ദ്രനും സംഘവും, ഇടക്കയിൽ കടവല്ലൂർ രാജുമാരാരും, കൊമ്പിൽ മച്ചാട് കണ്ണനും സംഘവും, ഇലത്താളത്തിൽ പാഞ്ഞാൾ വേലുക്കുട്ടിയും സംഘവും അണിനിരക്കും. ഗുരുവായൂർ ശശിമാരാരും സംഘവും സന്ധ്യാതായമ്പക ഒരുക്കും. രാത്രി വിളക്കിന് വിശേഷാൽ ഇടയ്ക്ക, നാഗസ്വരം, പ്രദക്ഷിണം എന്നിവ ഉണ്ടാകും. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം നൽകി വരാറുള്ള ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാ പുരസ്കാരത്തിന് കൂടിയാട്ടം ആചാര്യൻ കലാമണ്ഡലം രാമചാക്യാരെ തിരഞ്ഞെടുത്തു. 55,555 രൂപയും ഗുരുവായൂരപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണപ്പതക്കവും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം അഷ്ടമിരോഹിണി ദിവസമായ തിങ്കളാഴ്ച സമ്മാനിക്കും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, ഭരണസമിതി അംഗം KP വിശ്വനാഥൻ, ഡോക്ടർ MV നാരായണൻ, കലാമണ്ഡലം ശിവൻ നമ്പൂതിരി എന്നിവർ ഉൾപ്പെട്ട പുരസ്കാര നിർണയ സമിതിയാണ് പുരസ്കാര സ്വീകർത്താവിനെ തിരഞ്ഞെടുത്തത്. കൂടിയാട്ടത്തിന്റെ വളർച്ചയ്ക്കും പ്രോത്സാഹനത്തിനും നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് രാമചാക്യാരെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായുള്ള ടാറിംഗ് തുടങ്ങി. കേച്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗമാണ് ടാറിംഗ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡിലെ കുഴികൾ അടയ്ക്കാൻ 59 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായി പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയത്. പ്രക്ഷോഭ സമരങ്ങൾ രൂക്ഷമായതോടെ മഴ മാറി നിന്ന സാഹചര്യത്തിലാണ് ടാറിംഗ് ആരംഭിച്ചത്. റോഡ് തകർച്ച പരിഹരിക്കാൻ നിരവധി തവണ ജില്ലാ കളക്ടർ യോഗം വിളിച്ചിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് കുഴികളിൽ കൊണ്ടുവന്നിട്ട ക്വാറി വേസ്റ്റ് ഇളകി പൊടി രൂക്ഷമായെങ്കിലും ചാറ്റൽ മഴ പെയ്തതോടെ റോഡ് മുഴുവൻ ക്വാറിപ്പൊടി കുതിർന്ന് ചെളി നിറഞ്ഞ അവസ്ഥയിലുമായിരുന്നു. തൃശൂർ റോഡിൽ മുണ്ടൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗങ്ങളിലാണ് വൻ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തി തുറന്ന് മോഷണം. സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു. വരിക്കശ്ശേരി വീട്ടിൽ ഏലിക്കുട്ടിയുടെ വീട് കുത്തി തുറന്നാണ് മോഷണം നടന്നത്. തനിച്ച് താമസിക്കുന്ന ഏലിക്കുട്ടി രാത്രിയിൽ അടുത്തുള്ള മകന്റെ വീട്ടിലാണ് കിടക്കാൻ പോകാറുള്ളത്. രാവിലെ തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 2.5 പവന്റെ സ്വർണ്ണമാലയും 12,000-ഓളം രൂപയും നഷ്ടപ്പെട്ടു. വീടിനകത്ത് അലമാരകളും മറ്റും തുറന്ന് വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു.
മുളകുപൊടി വിതറിയതിനു ശേഷമാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുട SI സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി അന്വേഷണം ആരംഭിച്ചു. കാഞ്ഞാണി തൃക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ ഓട് പൊളിച്ചകത്ത് കയറി മോഷണം. കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത്. കുന്നിന് മുകളിലുള്ള ശിവക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഗണപതി പ്രതിഷ്ഠയുടെ മുന്നിലുള്ള ഭണ്ഡാരമാണ് കുത്തിത്തുറന്ന് പണം കവർന്നത്. ഭണ്ഡാരം കുത്തിപ്പൊളിക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കമ്പി സ്ഥലത്തു നിന്നും കണ്ടെത്തി. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പടിഞ്ഞാറ് നടക്കിലുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. അകത്ത് കയറി നോക്കിയപ്പോൾ അകത്തുള്ള ഗണപതി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം കുത്തി തുറന്നു കിടക്കുന്നു. അതിലുണ്ടായിരുന്ന പൈസയെല്ലാം കവർന്നു പോയ അവസ്ഥയാണ് കണ്ടത്. കണ്ടശാംകടവ് ഗവൺമെന്റ് സ്കൂളിൽ മോഷണം. NSS യൂണിറ്റിന്റെ സ്റ്റോർ മുറിയുടെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ വിദ്യാർത്ഥികൾ ശേഖരിച്ചു വെച്ച 2000 രൂപയും മോഷ്ടാക്കൾ കവർന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് സ്കൂളിലെ 3 CCTV ക്യാമറകൾ മോഷണം പോയിരുന്നു. കമ്പ്യൂട്ടറും തകർത്ത് അകത്ത് കയറി ഉപകരണങ്ങൾ കേടുവരുത്തുകയും ചെയ്തിരുന്നു. ഒരു കേസിലും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. പ്രതികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രിൻസിപ്പാൾ A. ആബിദ ആവശ്യപ്പെട്ടു. NSS സ്റ്റോർ കുത്തി തുറന്ന് അതിൽ നിന്ന് 2000-ഓളം രൂപ നഷ്ടമായി. സാധനങ്ങളൊക്കെ അലങ്കോലപ്പെടുത്തുന്ന അവസ്ഥയിലായിരുന്നു. അതുപോലെ സ്കൂൾ ഗാർഡനിലുള്ള ചെടികളെല്ലാം നശിപ്പിക്കപ്പെട്ട നിലയിലും പൈപ്പ് തകർത്ത നിലയിലും കാണപ്പെടുകയുണ്ടായി. ഇത് 3-ാം തവണയാണ് ഇങ്ങനെ ഒരു സംഭവം സ്കൂളിൽ നടക്കുന്നത്. 4 മാസം മുൻപ് സ്കൂളിൽ നിന്ന് 3 ക്യാമറ നഷ്ടപ്പെട്ടു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ തെരുവ് നായ്ക്കൾ കോഴികളെ കൊന്നു. തിപ്പല്ലൂർ അകവളപ്പിൽ രാധാകൃഷ്ണന്റെ വീട്ടിലെ വളർത്തുകോഴികളെയാണ് നായ്ക്കൾ ആക്രമിച്ചത്. 320 കോഴികളാണ് വീടിനോട് ചേർന്നുള്ള കൂടുകളിൽ ഉണ്ടായിരുന്നത്. കോഴികളെ തുറന്നുവിട്ടിരിക്കുകയായിരുന്നു. വീടിന്റെ ഉയരത്തിലുള്ള മതിൽ ചാടി കടന്നാണ് നായ്ക്കൾ കോഴികളെ ആക്രമിച്ചത്. 20 കോഴികളെ ചത്ത നിലയിലും 10 കോഴികളെ കടിയേറ്റ നിലയിലും കണ്ടെത്തി. 200-ലധികം കോഴികളെ കാണാനില്ലെന്ന് വീട്ടുകാർ പറയുന്നു. പഞ്ചായത്ത് മെമ്പർ റീന വർഗീസ്, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ഗോവിന്ദൻകുട്ടി എന്നിവർ വീട് സന്ദർശിച്ചു. കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒഡീഷ സ്വദേശി മരിച്ചു. ഒരാൾ അറസ്റ്റിൽ. 33 വയസ്സുള്ള പത്മനാഭ ഗൌഡയാണ് മരിച്ചത്. സംഭവത്തിൽ സുഹൃത്ത് ഒഡീഷ സ്വദേശി ഭക്താറാം ഗൌഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 15-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. കുന്നംകുളം ബൈജു റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇരുവരും തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും നടന്നിരുന്നു. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ പത്മനാഭ ഗൌഡ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. ആമേൻ സിനിമയിലൂടെ ശ്രദ്ധേയനായ നടൻ നിർമ്മൽ V. ബെന്നി അന്തരിച്ചു. 37 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. തൃശൂർ ചേർപ്പിലെ വസതിയിൽ അവശനിലയിൽ കണ്ടെത്തിയ നിർമ്മലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊമേഡിയനായാണ് നിർമ്മൽ ബെന്നി തന്റെ കരിയർ ആരംഭിക്കുന്നത്. യൂട്യൂബ് വീഡിയോകളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും അദ്ദേഹം പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. 2012-ൽ നവാഗതർക്ക് സ്വാഗതമെന്ന സിനിമയിലൂടെ ചലച്ചിത്ര അഭിനയ രംഗത്തെത്തി. തുടർന്ന് ആമേൻ, ദൂരം എന്നിവയുൾപ്പെടെ 5 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സംസ്കാരം ശനിയാഴ്ച നടക്കും. കോടശ്ശേരി മേട്ടിപ്പാടത്ത് ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മാരാങ്കോട് ആക്കാംപറമ്പിൽ ജോസഫ് മകൻ 36 വയസ്സുള്ള ഷിജോ ആണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു അപകടം. മാരാങ്കോട് നിന്ന് ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന ഷിജോയുടെ ബൈക്ക് ചൗക്കയിൽ നിന്നും വന്ന ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ചത്. സ്വാഭാവിക ഒഴുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മണലിപ്പുഴ നവീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ റിവർ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പറഞ്ഞു. മണലിപ്പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടത് മൂലം പാണഞ്ചേരി, നടത്തറ, പുത്തൂർ, തൃക്കൂർ, അളഗപ്പനഗർ, നെന്മണിക്കര പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു എന്നിവർ പരാതി ഉന്നയിച്ചതോടെയാണ് റിവർ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചുകൂട്ടാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചത്. 2016-ൽ ഹരിതകേരളം പദ്ധതിയുടെ ഭാഗമായി മണലിപ്പുഴയുടെ 6 പ്രദേശങ്ങൾ വൃത്തിയാക്കിയത് ഒഴിച്ചാൽ മറ്റ് കാര്യമായ പ്രവൃത്തികൾ പുഴ നവീകരണത്തിന്റെ ഭാഗമായി നടന്നിട്ടില്ലെന്നും അംഗങ്ങൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ആഭിചാരക്രിയ നടത്തി യുവതിയെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയ കേസിലെ പ്രതികൾ പിടിയിൽ.
ചാവക്കാട് തിരുവത്ര രായമരക്കാർ വീട്ടിൽ ജംഷീർ, പുന്ന മുണ്ടോക്കിൽ ഫാറൂഖ് എന്നിവരെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ പ്രീത ബാബു അറസ്റ്റ് ചെയ്തത്. ഭർത്താവുമായി ജീവിച്ചാൽ മരണം സംഭവിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി പരിഹാരമായി ആഭിചാരക്രിയ ചെയ്യുന്നതിനായി യുവതിയുടെ കയ്യിൽ നിന്നും 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ പ്രതികൾ പലപ്പോഴായി വാങ്ങുകയായിരുന്നു. സ്വർണം തിരികെ ചോദിച്ചപ്പോൾ യുവതിക്ക് പ്രതികൾ റോൾഡ് ഗോൾഡിന്റെ ആഭരണങ്ങൾ തിരികെ നൽകി വിശ്വാസവഞ്ചന ചെയ്യുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. സിവിൽ പോലീസ് ഓഫീസർമാരായ രജനീഷ്, അനസ്, വിനീത് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. അശാസ്ത്രീയമായി പീച്ചി ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത പ്രളയം സൃഷ്ടിച്ച അധികാരികൾക്കെതിരെ നടപടിയെടുക്കുക, പ്രളയ ദുരിതബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP പ്രവർത്തകർ തൃക്കൂരിലും ആമ്പല്ലൂരിലും പ്രതിഷേധ ധർണ നടത്തി. തൃക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കപ്പറമ്പിൽ നടത്തിയ ധർണ BJP ജില്ലാ കമ്മിറ്റി അംഗം രാജീവ് കണ്ണാറ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബാബു കാളക്കല്ല് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സജീവൻ തൃക്കൂർ, സന്ദീപ് ആമ്പല്ലൂർ, ഷാജി കോറ്റുകുളം, നേതാക്കളായ മുരളി പാട്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഴവൂരിൽ സ്കൂൾ വാഹനം ഓട്ടോറിക്ഷയിലിടിച്ച് യുവതിക്കും കുഞ്ഞിനും പരിക്കേറ്റു. ഓട്ടോറിക്ഷ യാത്രക്കാരായ പഴവൂർ മാരാമ്പുറം മൊയ്തീന്റെ ഭാര്യ ഫർസാന, മകൾ മിസ്ബ ഫാത്തിമ എന്നിവർക്കാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി AES ഹോപ്പ് പബ്ലിക് സ്കൂളിന്റെ വാഹനമാണ് പഴവൂർ കറുപ്പം വീട്ടിൽ കബീറിന്റെ ഓട്ടോറിക്ഷയിൽ ഇടിച്ചത്. സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നിരുന്ന വാഹനം എരുമപ്പെട്ടിയിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുമായി ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KSEB മുൻകൈയെടുത്ത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വൈദ്യുതി ചാർജിംഗ് സ്റ്റേഷനുകൾ നോക്കുകുത്തിയായി മാറിയെന്ന് കോൺഗ്രസ് നേതാക്കൾ. കോടികൾ ധൂർത്തടിച്ച ഈ പദ്ധതികൾ CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ചാർജ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. വൈദ്യുതി ബസ്സുകൾ ഉൾപ്പെടെ വൈദ്യുതി ഉപയോഗിച്ചോടുന്ന വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ പാരമ്പര്യേതര ഊർജ്ജ ഫണ്ട് ഉപയോഗിച്ച് KSEB സബ്സ്റ്റേഷനുകൾക്കും വൈദ്യുതി ഓഫീസുകൾക്കും അരികിൽ 100 കണക്കിന് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിച്ചത്. പക്ഷേ പദ്ധതി കമ്മീഷൻ ചെയ്യുമ്പോൾ തന്നെ നിലവിൽ ഡെൽറ്റ കമ്പനി സ്ഥാപിച്ച ചാർജിംഗ് ഉപകരണങ്ങൾ കാലഹരണപ്പെട്ടിരുന്നു. ഈ ഉപകരണങ്ങൾ വെച്ച് ചാർജ് ചെയ്യുന്ന വാഹനങ്ങളും നിരത്തിലിറങ്ങാതെയായി എന്നും കോൺഗ്രസ് ആരോപിച്ചു. പുതിയ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ നിലവിലെ സ്റ്റേഷനിൽ സാധിക്കാത്ത അവസ്ഥയിൽ ചാർജിംഗ് ഉപകരണങ്ങൾ മുഴുവനായി മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ടി വരും. നിലവിൽ 35 ലക്ഷം രൂപയാണ് എങ്കക്കാട് സ്റ്റേഷനു വേണ്ടി ചിലവാക്കിയിട്ടുള്ളത്. ഒരു വാഹനം പോലും ഉദ്ഘാടനം കഴിഞ്ഞ് ഇവിടെ ചാർജ് ചെയ്യാൻ സാധിച്ചില്ല. എങ്കക്കാട് ചാർജിംഗ് സ്റ്റേഷൻ സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾ പദ്ധതിയുടെ പ്രവർത്തനം വിലയിരുത്തി. കോടികൾ ദൂർത്തടിച്ച പദ്ധതി സംബന്ധിച്ച് CBI അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സ്ഥലം സന്ദർശിച്ച DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ K. അജിത് കുമാർ ആവശ്യപ്പെട്ടു. KSEBിയുടെ ഒരു പുതിയ വരുമാന സോഴ്സ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം സബ്സ്റ്റേഷനുകളോടും KSEB ഓഫീസുകളോടും ചേർന്ന് ഇതുപോലുള്ള ചാർജിംഗ് സ്റ്റേഷനുകളുണ്ട്. പാരമ്പര്യേതര ഊർജ വികസനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഈ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൽ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു സാങ്കേതിക തകരാറും ഇതിലുണ്ടാവേണ്ട കാര്യമില്ല. ഇവിടെ നോക്കാൻ ഒരാൾ പോലും ഇല്ല. ഇത് സംബന്ധിച്ച പരാതികൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നൽകുമെന്ന് K. അജിത് കുമാർ അറിയിച്ചു. കോൺഗ്രസ് നേതാക്കളായ ബിജു ഇസ്മായിൽ, AS ഹംസ, ശശി മംഗലം, ബാബുരാജ് കണ്ടേരി, CR രാധാകൃഷ്ണൻ, KH സിദ്ദീഖ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഓണത്തിന് വിൽപ്പന നടത്താനായി ചാരായം വാറ്റിയിരുന്ന അച്ഛനെയും മകനെയും ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ടാണശ്ശേരി വടക്കുംചേരി വീട്ടിൽ രാജൻ, മകൻ ആദർശ് എന്നിവരെയാണ് ഗുരുവായൂർ പോലീസ് SHO C. പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരുടെ വീട് റെയ്ഡ് ചെയ്യുകയായിരുന്നു. 1.8 ലിറ്റർ ചാരായവും 20 ലിറ്റർ വാഷും പോലീസ് പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കടലാക്രമണം രൂക്ഷമായ വാടാനപ്പള്ളി ഗണേശമംഗലം ബീച്ച് BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ സന്ദർശിച്ചു. കടലാക്രമണം ബാധിച്ച ബീച്ച് നിവാസികൾക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസധനവും താൽക്കാലിക ഷെൽട്ടറും അനുവദിക്കണമെന്നും പുനർഗേഹം പദ്ധതിക്ക് അനുവദിക്കാറുള്ള 10 ലക്ഷം രൂപ 25 ലക്ഷം രൂപയാക്കി ഉയർത്തണമെന്നും KK അനീഷ് കുമാർ ആവശ്യപ്പെട്ടു. കടലാക്രമണ ഭീഷണിക്ക് ശാശ്വത പരിഹാരമായി ട്രൈപോഡ് ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനമൊരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഭഗീഷ് പൂരാടൻ,
മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ധനീഷ്, വാർഡ് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി, സുനിൽകുമാർ, ദീപ സുനിൽ എന്നിവർ പങ്കെടുത്തു. ഹെൽത്തി കേരളയുടെ ഭാഗമായി ഒരുമനിയൂർ പഞ്ചായത്തിലെ ചേറ്റുവയിൽ 15 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിലും ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലും തട്ടുകടകൾ, ബേക്കറികൾ, ജ്യൂസ് കടകൾ, സമൂസ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, കാറ്ററിംഗ് സെന്ററുകൾ, ചായക്കടകൾ തുടങ്ങിയ 15 സ്ഥാപനങ്ങൾ അടപ്പിച്ചു. ജീവനക്കാരുടെ ഹെൽത്ത് കാർഡും സ്ഥാപനങ്ങളുടെ ലൈസൻസും പരിശോധിച്ചു. മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വരുന്ന കുടിവെള്ള ടാങ്കുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. ജലപരിശോധന ഫലം നിർബന്ധമാക്കുകയും ചെയ്തു. ഹെൽത്ത് കാർഡ് ഇല്ലാത്ത 3 പേരെ സ്ഥാപനങ്ങളിൽ നിന്നും ഒഴിവാക്കി. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PM വിദ്യാസാഗർ, മണിമേഖല, പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ VV അജിത, NS സുമംഗല, ആശാവർക്കർ പ്രീത എന്നിവർ നേതൃത്വം നൽകി. വയനാട്ടിലെ വിദ്യാലയത്തിന് സ്മൃതി ശിലാവലയം തീർത്ത് വലപ്പാട് GDM സ്കൂളിലെ കുരുന്നുകൾ. വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിന് സ്മൃതി വലയമൊരുക്കി വിദ്യാർത്ഥികളും അധ്യാപകരും. വലപ്പാട് GDM LP സ്കൂളിലാണ് വയനാട് ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വീണ്ടെടുപ്പിനായി വിദ്യാലയങ്കണത്തിലെ ഗാന്ധിമരത്തണലിൽ കരിങ്കൽ ശിലകളാൽ സ്മൃതി വലയം തീർത്തത്. 100 സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള ശിലാവലയത്തിൽ വയനാടൻ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഗോത്രകലയായ വാർലി ചിത്രങ്ങളാൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന്റെ വീണ്ടെടുപ്പിന്റെ പ്രതീകമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വീടുകളുടെയും ആരാധനാലയങ്ങളുടെയും പൊതുസ്ഥാപനങ്ങളുടെയും മാതൃകകൾ ശിലാവലയത്തിലുണ്ട്. വെള്ളാർമല വിദ്യാലയത്തിന്റെ വിവിധ ബ്ലോക്കുകളുടെ രൂപമാതൃകകളും വിദ്യാർത്ഥികൾ ശിലാവലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വയനാടിന്റെ പ്രത്യാശയുടെ പ്രതീകമായി പട്ടങ്ങളും വൃക്ഷശിഖരങ്ങളിൽ തൂക്കിയിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാനുള്ളത് ഈ ഭൂമിയിലുണ്ട്, അത്യാഗ്രഹങ്ങൾ നിവർത്തിക്കാനുള്ളത് ഇവിടെയില്ല എന്ന ഗാന്ധി വചനവും ശിലാവലയത്തിലുണ്ട്. പലപ്പോഴും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ജീവനുകൾ പൊലിയുകയും ചെയ്യുമ്പോഴും ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അത് വിസ്മൃതിയിലാണ്ട് പോവുകയാണ് പതിവ്. എന്നാൽ ഇത്തരം ദുരന്തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. മനുഷ്യൻ്റെ അശ്രദ്ധമായിട്ടുള്ള പ്രകൃതി ചൂഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പുതുതലമുറയിൽ ഇത്തരം ദുരന്തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ സന്ദേശം പകരുന്നതിനും വേണ്ടിയാണ് ഈ ശിലാവലയം നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. പരിസ്ഥിതി ദുരന്തത്തിന്റെ ഓർമ്മകളും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ ശിലാവലയം. TCV ന്യൂസ്, കയ്പമംഗലം. ഖാദി വസ്ത്രങ്ങൾക്ക് വലിയ വിലയുണ്ടെങ്കിലും മേഖലയിലെ നെയ്ത്തുകാരായ തൊഴിലാളികളുടെ ജീവിതം ഇഴപൊട്ടിയ നിലയിലാണ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ കീഴിലാണ് നെയ്ത്ത് നടക്കുന്നത്. 2023 ഏപ്രിലിൽ വർദ്ധിപ്പിച്ച നിരക്കനുസരിച്ച് 1 മീറ്റർ വസ്ത്രത്തിന് 37.45 രൂപയാണ് ലഭിക്കുന്നത്. കൂലി കുറവായതിനാൽ ഈ മേഖലയിലേക്ക് പുതിയ തലമുറയിൽ നിന്ന് ആരും കടന്നു വരുന്നില്ലെന്നതും പ്രതിസന്ധിയാണ്. ഇവർക്ക് നേരത്തെ ലഭിച്ചിരുന്ന മിനിമം വേതനം 15 മാസമായി നൽകുന്നില്ല. തൊഴിലാളികളുടെ കൂലിയിൽ നിന്ന് ബോർഡ് പിടിക്കുന്ന വിഹിതമാണ് കൊടുക്കാനുള്ളത്. പതിറ്റാണ്ടുകളായി ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് ഈ മേഖലയിലുള്ളത്. നെയ്ത്ത് കേന്ദ്രത്തിലും വീട്ടിലുമായി ശരാശരി 11 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നവരുണ്ട്. വീട്ടിലിരുന്ന് നൂല് ശരിയാക്കി ചുറ്റിക്കൊണ്ടുവന്നാണ് ജോലി ചെയ്യുന്നത്. 1982 ഒക്ടോബർ 16 ആരംഭിച്ച പൂപ്പത്തിയിലെ ഖാദി ബോർഡിൻ്റെ നെയ്ത്തുശാലയിൽ 20 തൊഴിലാളികൾ വരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ 3 പേരിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഒരു മാസം ശരാശരി 90 മീറ്റർ തുണി നെയ്തെടുക്കുന്ന തൊഴിലാളിക്ക് 2966 രൂപയാണ് വെൽഫെയർ ഫണ്ട് പിടിച്ച ശേഷം ലഭിക്കുന്നത്. നൂലുൽപാദനത്തിൽ 10 പേർ ജോലി ചെയ്യുന്നുണ്ട്. ഒരു തൊഴിലാളി ദിവസവും ശരാശരി 24 കഴി വരെ നൂൽ ഉൽപ്പാദിപ്പിക്കും. 14-ാം വയസ്സ് മുതൽ നെയ്ത്ത് ജോലി തുടങ്ങിയവരും തൊഴിലാളികൾക്കിടയിലുണ്ട്. TCV ന്യൂസ്, മാള. ഉപഭോക്തൃ കോടതിയുടെ വിധി പാലിക്കാതിരുന്നതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ വാറണ്ട് അയക്കുവാൻ ഉത്തരവ്. കാഞ്ഞാണി കിഴക്കൂട്ട് വീട്ടിൽ ദേവരാജൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ കുറുപ്പം റോഡിലെ മൈജി ഉടമയ്ക്കെതിരെയും ഹരിയാനയിലെ DBG ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയും വാറണ്ട് അയക്കുവാൻ ഉത്തരവായത്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് SC വനിതാ വിപണന കേന്ദ്രത്തിലെ കടമുറികളുടെ കരാർ പുതുക്കി നൽകാത്തതിൽ പ്രതിഷേധിച്ച് SC/ST ഫെഡറേഷൻ മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ഫെഡറേഷൻ ജില്ലാ ചെയർപേഴ്സൺ അജിത നാരായണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ TM വിജയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KC സജീവൻ, മണ്ഡലം ചെയർമാൻ NA അഭയൻ, സജീവൻ പാലയ്ക്കൽ, സന്തോഷ് തിരുത്തിയിൽ,
KS സദാശിവൻ, NK വിമല, സുരേഷ് KS, അനീഷ് TP എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് 12ാം വാർഡ് മുൻ മെമ്പർ വാലപ്പറമ്പിൽ മധുവിന്റെ ചെറുമകന്റെ പേരിടൽ ചടങ്ങ് ലളിതമാക്കി നടത്തി. DYFIയുടെ നമ്മൾ വയനാട് റീബിൽഡ് ക്യാമ്പയിനിലേക്ക് 25,000 രൂപ സംഭാവന ചെയ്തു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് ഗ്രീഷ്മ അജയ് ഘോഷ് തുക ഏറ്റുവാങ്ങി. DYFI മണലൂർ ബ്ലോക്ക് സെക്രട്ടറി ആഷിഖ് വലിയകത്ത്, പടിയം മേഖലാ സെക്രട്ടറി അർജിൻ, പ്രസിഡന്റ് അബ്ദുൽ ജലീൽ, CPM അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി TI ചാക്കോ, CPM ചൂരക്കോട് തെക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിവേകാനന്ദൻ എന്നിവർ പങ്കെടുത്തു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ചേർപ്പ് ഏരിയ സമ്മേളനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ST ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി TB ദയാനന്ദൻ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അനിരുദ്ധൻ, ഏരിയ പ്രസിഡന്റ് P ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU ചേർപ്പ് ഏരിയ കമ്മിറ്റി 10,000 രൂപ ഏരിയ പ്രസിഡന്റ് P ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി TB ദയാനന്ദന് കൈമാറി. മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ തൊഴിലാളികൾ കുന്നംകുളം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BMSന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു. KK തിലകൻ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു കാവിലക്കാട്, മേഖലാ പ്രസിഡന്റ് MC ബാബുരാജ്, കൈപ്പറമ്പ് മേഖലാ സെക്രട്ടറി ബിനു തുടങ്ങിയവർ സംസാരിച്ചു. മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി സുരക്ഷിത മാതൃത്വം ആരോഗ്യമുള്ള കുഞ്ഞ് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് ആരോഗ്യകാര്യങ്ങളിൽ മികവ് പുലർത്തുന്ന അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായി പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. മികച്ച 3 കുട്ടികളെയും അവരുടെ അമ്മമാരെയും പുരസ്കാരം നൽകി അനുമോദിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S സിന്ധു അധ്യക്ഷത വഹിച്ചു. സൂപ്പർവൈസർ K വിനോദ് കുമാർ, പഴയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ KK ഗൗതമൻ, പഞ്ചായത്ത് അംഗം ലതാ സാനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P കുമാരി, PHN ഇൻചാർജ് ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ 15ാമത് മേഖലാ സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് T സോമശേഖരൻ, സെക്രട്ടറി പ്രവീൺ കുമാർ, വൈസ് പ്രസിഡന്റ് ശങ്കരനാരായണൻ വെള്ളിത്തിരുത്തി, ജോയിന്റ് സെക്രട്ടറി PA സുരേന്ദ്രൻ, AA ഉദയൻ എന്നിവർ പങ്കെടുത്തു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാർ നടപടിക്കെതിരെ പാറളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ യോഗം ചേർന്നു. പുത്തൻവെട്ടൊഴിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കോടന്നൂരിൽ സമാപിച്ചു. പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് M സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. പാറളം മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ് നടന്നത്. യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി നന്ദകുമാർ കോങ്ങാട്ടിൽ, ടോമി പെല്ലിശ്ശേരി, ജില്ലാ കർഷക കോൺഗ്രസ് സെക്രട്ടറി ജ്യോതി ബസു, നാരായണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം പൂട്ടിയിട്ട നിലയിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന യാത്രക്കാർ ദുരിതത്തിലായി. ഒരാഴ്ചയിലധികമായി ശുചിമുറികൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. വൃത്തിഹീനമായ രീതിയിലാണ് ഇവിടെ ബസ് സ്റ്റാൻഡിനകത്തെ ശൗചാലയം പ്രവർത്തിച്ചു വന്നിരുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പഞ്ചായത്ത് അധികാരികളുടെ നിഷ്ക്രിയത്വമാണ് ഇതിന് കാരണമെന്നും ആരോപണം ഉയരുന്നുണ്ട്. ശുചിമുറി ഉടൻ തുറക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെയും കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് IICയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വേസ്റ്റ് മാലിന്യങ്ങളുടെ പുനരുപയോഗ സാധ്യതകളെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. സഹൃദയ കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ സ്വപ്ന C കോമ്പാത്ത് വിഷയാവതരണം നടത്തി. ഹെഡ്മാസ്റ്റർ T അനിൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി B ബിജു, അധ്യാപകരായ K സൗമ്യ, KE ഷിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വൈജ്ഞാനിക രംഗത്തെ സമർപ്പിത സംഭാവനയ്ക്ക് നൽകുന്ന KK കൃഷ്ണൻകുട്ടി സ്മാരക അവാർഡ് അമ്പാടി വേണുവിന് നൽകാൻ പുഞ്ചിരി സാംസ്കാരിക വേദി തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ഡോക്ടർ പ്രദീപ് കുമാർ, സുരേഷ് ബാബു എന്നിവർ ഉൾപ്പെടുന്ന ജൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. 10,001 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്ന പുരസ്കാരം സെപ്റ്റംബർ അവസാന വാരത്തിൽ സമ്മാനിക്കും. വാർത്താസമ്മേളനത്തിൽ IA നൌഫൽ, KP ഉണ്ണികൃഷ്ണൻ, V മുരളി, CS സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു.
മറ്റത്തൂർ ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം നടത്തി. കൊടുങ്ങല്ലൂർ മനോജ് ജ്യോത്സ്യൻ, അഴകം മനോജ് പണിക്കർ എന്നിവർ നേതൃത്വം നൽകി. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലേയൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PT ദേവസി അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, LC മെമ്പർ TK ശിവൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കുഞ്ഞുമോൻ കരിയന്നൂർ, സുമന സുഗതൻ, ഡോക്ടർ VC ബിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. വ്യത്യസ്ത രുചിവൈവിധ്യങ്ങളുമായി തൃശൂർ നിവാസികളുടെ മനം നിറച്ച കെനറി ഗ്രൂപ്പിന്റെ പുതിയ റെസ്റ്റോറന്റ് കുറുക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ കൂർക്കഞ്ചേരി പോസ്റ്റ് ഓഫീസിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ച കെനറി റെസ്റ്റോറന്റിന്റെ പുതിയ ശാഖയുടെ ഉദ്ഘാടനം കെനറി ഗ്രൂപ്പ് സാരഥി സന്തോഷ് കുമാറിന്റെ മകൻ സമ്പത്ത് നിർവഹിച്ചു. മാതാവ് സാവിത്രി ഭദ്രദീപം തെളിയിച്ചു. കെനറി സാരഥി സന്തോഷ് കുമാർ ആദ്യ വിൽപ്പന നടത്തി. സഹോദരി ഭർത്താവ് സതീശൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ചടങ്ങിൽ കെനറി കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നാവിൽ രുചിയൂറുന്ന വ്യത്യസ്തങ്ങളായ ഇന്ത്യൻ വിഭവങ്ങൾക്ക് പുറമെ ഇറ്റാലിയൻ, അറബിക്, ചൈനീസ്, തായ്, ഫ്യൂഷൻ തുടങ്ങിയ രുചി വൈവിധ്യങ്ങളും കെനറി റെസ്റ്റോറന്റിൽ നിന്ന് അനുഭവിച്ചറിയാവുന്നതാണ്. കൂടാതെ മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നവർക്ക് ജാപ്പനീസ് സ്പെഷ്യൽ വിഭവമായ A5 ഗ്രേഡ് വ്യാഗ്യു ബീഫും ഇമ്പോർട്ടഡ് സാൽമണും കെനറിയിൽ ലഭ്യമാണ്. 12 മണിക്കൂർ സ്ലോ കുക്കിംഗ് റിബ്സും കെനറിയുടെ മാത്രം പ്രത്യേകതയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7045673333. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,250 രൂപ. വെള്ളി ഗ്രാമിന് 91 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3286 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്ക് ഗുരുഭവനപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തർക്കും പ്രസാദ ഊട്ട് നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ടാറിംഗ് തുടങ്ങി. കേച്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്താണ് ടാറിംഗ് നടക്കുന്നത്. പുല്ലൂർ ഊരകം വെച്ചിലമൂലയിൽ വീട് കുത്തി തുറന്ന മോഷണം. 2.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു. കണ്ണശാംകടവ് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പണം മോഷണം പോയി. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ തെരുവുനായ ആക്രമണം. സ്വകാര്യ വ്യക്തിയുടെ 20ഓളം കോഴികളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒഡീഷ സ്വദേശി മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് ഒഡീഷ സ്വദേശി ഭക്താറാം ഗൌഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചലച്ചിത്ര നടൻ നിർമ്മൽ V ബെന്നി അന്തരിച്ചു. വിടവാങ്ങിയത് ആമേൻ സിനിമയിലൂടെ ശ്രദ്ധേയനായ യുവനടൻ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.